ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജി, എന്താണ് ആലപ്പുഴയിൽ മഴയുണ്ടോ? ഷാജി നിൽക്കുന്ന സ്ഥലത്തൊന്നും മഴയില്ല എന്നാണ് കണ്ടിട്ട് മനസ്സിലാക്കുന്നത്. പൊതുവിൽ എന്താണ്, മഴയുള്ള സാഹചര്യമാണോ? അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ, കുട്ടനാട്ടിലെ കാര്യമൊക്കെ അറിയാൻ പ്രേക്ഷകർക്കൊക്കെ ആകാംക്ഷയുണ്ട്. എന്താണ് അവിടെയൊക്കെ വെള്ളം കയറിയ ഒരു സാഹചര്യമാണോ? എന്താണ് ഒരു പൊതുചിത്രം എന്താണ്? ഗുഡ് മോർണിംഗ് അഞ്ജന. ആലപ്പുഴയെക്കുറിച്ച് അറിയാനാണ് പൊതുവെ എല്ലാവർക്കും താല്പര്യം. കാരണം നമുക്കറിയാം, കിഴക്കൻ മലയോര മേഖലകളിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്ന ഒരു പ്രദേശം കുട്ടനാടാണ്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് കേരളത്തിൽ ഏറ്റവും പെട്ടെന്ന് ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളൊരു പ്രദേശവും കുട്ടനാടാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർ ചിന്തിക്കുന്ന വളരെ സത്യമാണ്. പക്ഷേ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തോട്ടപ്പള്ളി വഴിയും അതോടൊപ്പം തന്നെ തണ്ണീർമുക്കം ബണ്ട് വഴിയുമൊക്കെ തന്നെ സർക്കാർ പൂർണ്ണമായിട്ടും കടലിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2018 ശേഷം കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട്, അതായത് പ്രളയത്തിന് സമാനമായ രീതിയിലുള്ള വെള്ളപ്പൊക്കം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം, സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു മഴ പെയ്താൽ തന്നെ ജലനിരപ്പ് അല്പം ഒന്ന് ഉയർന്നാൽ പോലും വെള്ളക്കെട്ടുകൾ താഴ്ന്ന പ്രദേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 5-6 ക്യാമ്പുകൾ മാത്രമാണ് കുട്ടനാട്ടിലുള്ള, വളരെ കുറച്ച് പേര്, 10 പേര് താഴെ മാത്രമാണ് ക്യാമ്പുകളുള്ളത്. പക്ഷേ ആലപ്പുഴയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവധി പോലും ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം, മഴ മാറി നിൽക്കുകയാണ്. കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്ക് പൊതുവായിട്ട് ആലപ്പുഴയിൽ നിന്ന് പറയാൻ കഴിയില്ല. 2 ദിവസം മുമ്പ് ശക്തമായ കാറ്റിലും മഴയിലുമൊക്കെ തന്നെ വീടുകൾക്കൊക്കെ തന്നെ നാശനഷ്ടം സംഭവിച്ചിരുന്നു. ഇതിനിടയിൽ മരം വീണ് ഒരു യുവാവ് മരണപ്പെട്ടിരുന്നു. ഇത്തരം സംഭവങ്ങളൊക്കെ കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപ് ആലപ്പുഴ നടന്നു. പക്ഷേ ഇന്ന് പൊതുവെ തെളിഞ്ഞ ഒരു അന്തരീക്ഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ വരുന്ന മണിക്കൂറുകളിൽ, എല്ലാ അലർട്ടാണെങ്കിലും വരുന്ന മണിക്കൂറുകളിൽ എന്താകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ നിലവിൽ ഈ പറയുന്ന പോലെ ജനങ്ങൾ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം കുട്ടനാട്ടിലില്ല. പമ്പ, അച്ചൻകോവിലാറിൻ്റെയൊക്കെ തന്നെ സൈഡ് സമീപത്ത് താമസിക്കുന്നവരൊക്കെ തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറാറുണ്ട്. അത് നേരിയ തോതിൽ അത് അവർ അനുഭവിച്ചു പോകുന്ന ഒരു പ്രക്രിയ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. കാര്യം അത് സ്ഥിരമായിട്ട് കിഴക്ക് നിന്ന് വെള്ളം വരുമ്പോൾ ആ ഭാഗത്തൊക്കെ വെള്ളം കയറുന്നത് പതിവ് കാഴ്ചയാണ്. മറ്റ് സംഭവങ്ങളൊന്നും, അതായത് ആലപ്പുഴ നഗരത്തെയോ അല്ലെങ്കിൽ കുട്ടനാടൻ മേഖലയോ കാര്യമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്ന് ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ശരി ഷാജി, എന്തായാലും ആലപ്പുഴയിൽ പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.